ചേട്ടാ വി ഡി സതീശൻ ഒരുപാട് മനുഷ്യരെ ചേർത്ത് നിർത്തിയ വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ കിടന്ന് അലയടിക്കുന്നുണ്ട്. അപ്പോൾ അവസാനമായിട്ടുള്ള വാർത്ത എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ തകർച്ച കൊണ്ട് കൈ നഷ്ടപ്പെട്ട ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ വീട്ടിലേക്ക് വി ഡി സതീശൻ കളക്ടറെ അയച്ച് ആ കുട്ടിക്ക് വേണ്ടുന്ന പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും കൊടുക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇതിനകത്ത് പിണറായി വിജയനുമായിട്ട് ഉപമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെയാവണം മുഖ്യമന്ത്രി, ഇങ്ങനെ ആവേണ്ടിയിരുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്ന രീതിയിൽ ഈ ചേർത്ത് നിർത്തലാണോ വി ഡി സതീശനെ വ്യത്യസ്തമാക്കുന്നത്? തീർച്ചയായിട്ടും അതെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പാലക്കാട്ടത്തെ ആ പെൺകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രി ആയപ്പോൾ നമ്മൾ ഈ ഒരു പുസ്തകം കൊണ്ട് കൊടുക്കൽ മാത്രമല്ല. കാരണം എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്ത് പിണറായി സർക്കാർ ഭരിച്ചിരുന്ന സമയത്ത് സംസ്ഥാനത്തിലെ ആരോഗ്യ മേഖലയുടെ വീഴ്ച കാരണം ആ കുട്ടിക്ക് നഷ്ടപ്പെട്ടത് തൻ്റെ കൈയാണ്. ആ കൈക്ക് പകരം ഒരു ആർട്ടിഫിഷ്യൽ ഹാൻഡ് അത് ഫിറ്റ് അത് പിടിപ്പിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ആ കുടുംബത്തിന് ഇല്ലായിരുന്നു. അന്നും ഇടപെട്ടത് അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശനാണ്. അന്ന് വി ഡി സതീശന്റെ നേതൃത്വത്തിൽ എറണാകുളത്ത് എത്തിച്ച് ഏറ്റവും മികച്ച ചികിത്സ ഉറപ്പാക്കി അതിന്റെ ചെലവൊന്നും പൂർണ്ണമായും പ്രതിപക്ഷ നേതാവ് തന്നെ ഏറ്റെടുത്ത് ആ കുഞ്ഞിനൊരു കൃത്രിമ കൈ പിടിപ്പിച്ചു കൊടുത്തു. അതിനുശേഷമാണ് ആ കുഞ്ഞ് സ്കൂളിൽ പോകാൻ പോലും തയ്യാറായത്. കാരണം കൈ നഷ്ടപ്പെട്ടത് കൊണ്ട് അതിന്റെ വിഷമത്തിൽ പോകാതിരുന്ന ഒരു കൊച്ചു കുഞ്ഞിനെയാണ് അന്ന് കരുതലായത്. ആ കുഞ്ഞിനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കളക്ടറെ വിട്ട് കുഞ്ഞിനാവശ്യമായ പുസ്തകങ്ങളും ബാഗും എല്ലാം ഓർത്ത് വെച്ച് എത്തിക്കുന്നു. കാരണം സത്യപ്രതിജ്ഞാ ചടങ്ങിന് തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ചടങ്ങിൽ പോലും എത്തിയ കുട്ടിയെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ കാഴ്ച നമ്മൾ കണ്ടതാണ്. ഈ കുട്ടിയെ മാത്രമല്ല, നമ്മുടെ വയനാട് നൈസ മോളുണ്ട്. ആ മോള് എല്ലാവരുടെയും ഓമനയായിരുന്നു. കാരണം ആ കുട്ടിക്കും ആവശ്യമായ പുസ്തകങ്ങൾ എല്ലാം എത്തിച്ചു കൊടുത്തു. ഇതാണ് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത്. ഇത്തരത്തിലൊന്ന് കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം ഒരു സെൽഫി എടുത്തും കുഞ്ഞുങ്ങളോട് അല്പം ചിരിച്ച് സംസാരിച്ചും മാത്രം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾക്ക് ഒരു ഭരണാധികാരിയോടുള്ള വിശ്വാസം കൂടും. അതാണ് സ്കൂൾ തുറപ്പായിരുന്നു. സ്കൂൾ തുറപ്പിന് തന്നെ അദ്ദേഹം ഒരുപാട് കുട്ടികളുമായിട്ട് ചേർന്ന് നിൽക്കുന്ന വീഡിയോസും ചിത്രങ്ങളും ഒക്കെ പങ്കുവെക്കുന്നുണ്ട്. ചിരിക്കുന്ന മുഖ്യമന്ത്രി, പൂക്കിയ മുഖ്യമന്ത്രി. അതായത് ഇത്തവണത്തെ സ്കൂൾ പ്രവേശന ഗാനം തന്നെ തുടങ്ങുന്നത് മുഖ്യമന്ത്രിയുടെ പൂക്കി മുഖ്യമന്ത്രിയുടെ ചിരിയുമായിട്ടാണ്. ആ ചിരിയോടെ തന്നെയാണ് ഇന്ന് കുട്ടികളെ എല്ലാവരെയും സമീപിച്ചത്. കുട്ടികൾക്ക് വളരെ സ്നേഹത്തോടെ അടുത്തു നിന്ന് വളരെ സ്നേഹത്തോട് ചേർത്ത് നിർത്തി സംസാരിക്കുന്ന ഒരു മന്ത്രി അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഈ ലെവലിലാണ് ഇന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. അതുപോലെ കുട്ടികളോട് സംസാരിച്ച രീതി നോക്കൂ. തൻ്റെ സ്കൂൾ അനുഭവം പറയുന്നു, താൻ പഠിച്ചിരുന്നപ്പോൾ അനുഭവങ്ങൾ പറയുന്നു. പിന്നെ കൂടാതെ കുട്ടികൾക്കൊരു വലിയ വാഗ്ദാനം, നിങ്ങൾക്ക് ഇവിടെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ മികവിൻ്റെ കേന്ദ്രങ്ങളായി കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തും എന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു വാഗ്ദാനം കൊടുക്കുന്നു. ഇത്തരത്തിൽ ചേർത്ത് പിടിച്ചും ചേർത്ത് നിർത്തിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. കുറച്ച് നാൾ മുമ്പ് വരെ തിരഞ്ഞെടുത്ത അടുത്ത സമയത്ത് ഈ ചേർത്ത് നിർത്തലും ഒക്കെ ഉണ്ടായിരുന്നു, മടിയിലിരുത്തലും ഒക്കെ നമ്മൾ കണ്ടു. അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന അവസ്ഥ എന്താണെന്നും നമ്മൾ കണ്ടതാണ്. കടക്ക് പുറത്തെന്ന് പറയുന്ന അതേ രാഷ്ട്രീയത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും കണ്ടത്. ഒരു സെൽഫി എടുക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരനെ ആട്ടി ഓടിച്ചതും നമ്മൾ കണ്ടതാണ്. ഈ രീതികളിലൂടെ തന്നെയാണ് ജനങ്ങളുടെ വെറുപ്പ് എത്രത്തോളം പിണറായി വിജയനും CPM-നും ഉണ്ടായത്. അതിനെതിരായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ പിണറായി സർക്കാർ മാറി സതീശൻ സർക്കാർ വന്നപ്പോൾ ഒരു ജനകീയ മുനുക്കം വരുന്നതും ജനങ്ങളെല്ലാം ഓരോ പ്രവർത്തികൾ അല്ലെങ്കിൽ ഓരോ ചടങ്ങുകളിൽ ഇവരുടെ പെർഫോമൻസും പ്രസൻസും കാണുമ്പോൾ ജനങ്ങൾ കൂടുതൽ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കുന്നത് അതുകൊണ്ടാണ്. അല്ല, ഈ ചേർത്ത് നിർത്തൽ മാത്രമല്ല, ഇപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ച് വി ഡി സതീശൻ കുട്ടികൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ഒരു ചർച്ച എടുത്തത്, എല്ലാവരും എടുത്തിരുന്ന വിഷയമാണ് ആർത്തവം എന്ന് പറയുന്ന വിഷയം. ഇപ്പോൾ ഇന്നത്തെ കാലത്തെ കുട്ടികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ 4ലും 5ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പദ്ധതി. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങുന്ന സാഹചര്യങ്ങൾ കണ്ടിരുന്നു. അതിന് എതിരായിട്ട് വന്നതും സ്ത്രീകളായിരുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ വി ഡി സതീശന് സ്ത്രീകളോട് അല്ലെങ്കിൽ കുട്ടികളോടൊരു പ്രത്യേക സ്നേഹം, അവർക്ക് വേണ്ടിയിട്ട് 1000 രൂപ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം ഒരു സോഷ്യൽ എഞ്ചിനീയറിന്റെ ഭാഗമല്ലേ? അല്ല, തീർച്ചയായിട്ടും അതാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് ഒരു അടുത്ത ജനറേഷനെ നമ്മൾ വളരെ നല്ല മികച്ച കുട്ടികളായി വളർത്തിയെടുക്കുക. അവരാണ് നമ്മുടെ ഭാവി എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് ഒരു ജാതി മത ചിന്തയൊന്നും ഇല്ലാതെ അവർക്ക് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കനുസരിച്ച് കാര്യങ്ങൾ പറയാനും തുറന്ന് സംസാരിക്കാനും പറ്റുന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുന്നു. കുട്ടികളിൽ ഒരാളായി കുട്ടികളോടൊപ്പം ചേർന്നിരിക്കുന്ന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഉണ്ടാകുന്നു. ഇതുണ്ടാകുന്ന ഒരു സോഷ്യലായ ഒരു ഇമ്പാക്ടിങ് വളരെ വലുതാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുവരെ മറ്റേ 40 കാറിൽ പാഞ്ഞു പോകുന്ന മുഖ്യമന്ത്രിയിൽ നിന്ന് അവരൊപ്പം വന്ന് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അവർ കാണുന്നത്. അപ്പൊ ആ ഒരു മാറ്റം ഫീൽ ചെയ്യും. അത് കുട്ടികളിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത തലമുറ വരുമ്പോൾ അവർ വളർന്നു വരുമ്പോഴും അതേ നിലവാരത്തിൽ തന്നെ വളർന്നു വരും. ഇതിനകത്ത് ഈ സ്ത്രീകൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ അതെങ്ങനെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിനെ ബാധിക്കുന്നത്? അല്ല, നമ്മളെപ്പോഴും ഒരു സമൂഹത്തിൽ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നെങ്കിൽ
കൃത്യമായി സ്ത്രീകളിലേക്ക് പണം എത്തണം. സ്ത്രീകൾക്ക് അവരുടെ സ്വതന്ത്രമായി ചെലവഴിക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക സ്രോതസ് അവർക്കുണ്ടായിരിക്കണം. എല്ലാത്തിനും മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൽ നിന്ന് അവർക്ക് സ്വയം പര്യാപ്തത കണ്ടെത്താൻ കഴിയുമ്പോൾ തന്നെ അവർക്ക് കുറച്ചുകൂടി മോട്ടിവേഷൻ ഉണ്ടാവുക, അവർക്ക് കുറച്ചുകൂടി സന്തോഷത്തോടെ എല്ലാ കാര്യങ്ങളും ധൈര്യപൂർവ്വം ചെയ്യാനുള്ള ഒരു നിലയുണ്ടാവും. അതിനാണ് അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സംവിധാനങ്ങൾ, സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള പദ്ധതികൾ, ഇതൊക്കെയാണ് നമ്മൾ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ സ്ത്രീകൾ വരുമ്പോൾ ഉണ്ടാവുന്നത്. ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്നത് പറച്ചിലല്ല, അല്ലാതെ സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നതിലല്ല, അതിനുള്ള ഒരു എഞ്ചിനീയറിംഗ് കൊണ്ടുവരണം. കാരണം പുരുഷന്മാർ മാത്രം സമ്പാദിക്കുന്നവരും സ്ത്രീകൾ വീട്ടിലിരിക്കേണ്ടവരുമാണ് എന്ന പഴയ ചിന്താഗതി ഇപ്പം മാറി വരുന്നുണ്ട്. ആ മാറ്റത്തെ നമ്മൾ കൃത്യമായി പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. സ്ത്രീകൾ കൂടി സമ്പാദിക്കുന്നവരും സ്വതന്ത്രമായി സാമ്പത്തിക സ്ഥിതി ഉള്ളവരുമായി മാറുമ്പോൾ മാത്രമേ നമ്മളെ സമൂഹം വളരുകയുള്ളൂ. നമ്മുടെ എല്ലാ രീതിയിലും ആ കാഴ്ചപ്പാട് മാറുമ്പോഴാണ് അവർ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ സമൂഹത്തിനുണ്ടാക്കുന്ന മാറ്റം വലുതായിരിക്കും. കേരളം ഇപ്പം നമ്മൾ വേറിട്ട കേരളം എന്ന് പറയില്ല, നമ്മൾ കേരളം ഇതാണ് കേരളം എന്ന് പറയുന്ന പോലെ കേരളം ഇതിലെല്ലാം വളരെ മുന്നിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഈ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നത്. ഈ ആർത്തവ അവധി കൊടുക്കുന്നു, അത് ബുദ്ധിമുട്ടുള്ളവർ. ഇതിപ്പോ പുറത്തിറങ്ങു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? പുറത്തറിയാൻ പാടുന്നതാണ്, അതൊരു നാണക്കേടായിട്ടാണോ കാര്യം തന്നെ? അങ്ങനെയല്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളുടെയൊക്കെ ഹോർമോൺ ചേഞ്ചസ് കൊണ്ടും എല്ലാം നമ്മുടെ ആഹാരക്രമങ്ങൾ കൊണ്ടും വളരെ ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾ ഋതുമതികളാവുന്നുണ്ട്. അപ്പൊ അപ്പോഴൊക്കെ ഉണ്ടാകുന്ന ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാനാണ് ഇങ്ങനെ ഒരു ആശയം എന്ന് പറയുന്നത്. അതിനെ ഇതിന് നാണക്കേടായി കാണേണ്ട കാര്യം ഒരിക്കലും ഇല്ല. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ സ്ത്രീകളുടെ കയ്യിലേക്ക് സാമ്പത്തികം വരുമ്പോഴാണ് ആ സാമ്പത്തിക സ്ഥിതി നേരെയാവുന്നത്. കാരണം പുരുഷന്മാരുടെ കയ്യിലാകുമ്പോഴത്തേക്കും എല്ലാം ചിലവാക്കി പോകും. പക്ഷേ കുടുംബത്തിനകത്ത് ആ പണം നിൽക്കണമെങ്കിൽ, അത് സ്റ്റേബിളായിട്ട് പോകണമെങ്കിൽ സ്ത്രീകളുടെ കയ്യിലേക്ക് പണം വേണം. അത് വലിയൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് ഭാഗമാണ്. ഇപ്പോൾ വി.ഡി. സതീശൻ തന്നെ പറഞ്ഞതുപോലെ ബസ്സിൽ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കുമ്പോൾ അവിടെ ഉണ്ടാകാൻ പോകുന്നത് ആ പണം സ്ത്രീകൾ ശേഖരിച്ചു വെക്കുകയും ചിട്ടി അതേപോലുള്ള ഓരോ കാര്യങ്ങൾക്കും പൈസ ശേഖരിച്ച് ഒരു അടിത്തറ, ഇപ്പോൾ ദാരിദ്ര്യമുക്തമായിട്ടുള്ളൊരു കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ അത് വലിയൊരു രീതിയിൽ സഹായിക്കുമെന്ന് പറയുന്നത് വലിയൊരു സന്ദേശമാണ്. അതിനപ്പുറത്തേക്ക് ഈ ഇടപെടലുകൾ, ചില കാര്യങ്ങൾ, അപ്പോൾ വി.ഡി. സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഇടപെടലുകൾ, ഇപ്പോൾ പിണറായി വിജയൻ ഒരുപാട് ഇടപെടലുകൾ നടത്തിയിരുന്നു. ഇപ്പോൾ വയനാട്ടിലാണെങ്കിൽ പോലും അദ്ദേഹം ഒരു മുഖ്യമന്ത്രി ആയിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് ചേർത്ത് നിർത്തുക എന്ന് പറയുന്നതല്ലേ, അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തതിനപ്പുറത്തേക്ക്, ഇപ്പോൾ ഒരു കൂട്ടിലിട്ട് ഒരു കിളിക്ക് എന്ത് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാലും ആ കിളി അതിന് ഓർമ്മയുണ്ടാകില്ല. പക്ഷെ അതിനെ പുറത്ത് ഫ്രീ ആക്കി വിട്ടതിന് ശേഷം അതിനെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ ആ സ്നേഹം എന്നും ഉണ്ടാകും. അത് തന്നെയല്ലേ ഈ ഭരണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം? തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെങ്കിൽ പിണറായി വിജയൻ സർക്കാർ, അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളം പ്രതിസന്ധിയിലായിരുന്ന ഏറ്റവും നിർണായക ഘട്ടങ്ങളിൽ സംസ്ഥാനത്തെ നയിച്ച ഒരാളാണ്. കാരണം നമ്മൾ പ്രളയം കണ്ടു, പിണറായിയുടെ ഭരണകാലത്ത് നമ്മൾ എന്തൊക്കെയാണ് കണ്ടത്? പ്രളയം കണ്ടു, കോവിഡ് കണ്ടു, അതുപോലെ നിപ്പ കണ്ടു, വയനാട് ദുരന്തം കണ്ടു. ഈ സമയത്തൊക്കെ ഭരണാധികാരി എന്നുള്ള നിലയിൽ പിണറായി വിജയൻ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജനങ്ങളുമായുള്ള ഇടപെടലിലാണ് പ്രശ്നം. ജനങ്ങൾ ആഗ്രഹിക്കുന്നിടത്തല്ല സർക്കാർ പ്രവർത്തിക്കുന്നതെന്നുള്ളതാണ്. നമ്മൾ ഈ ദുരിതകാലത്ത് ഇപ്പൊ പിണറായി വിജയൻ അല്ല വേറൊരാളായിരുന്നാലും കേരളത്തിൽ ഇതൊക്കെ തന്നെയായിരിക്കും നടക്കുക. കേരളത്തിൽ നമ്മൾ കണ്ടത് അതാണ്. പക്ഷെ അങ്ങനെയല്ല, ഇത് നമ്മൾ ജനങ്ങളെ ഈ ഒരു ഇടപെടൽ നടക്കും. പക്ഷെ ജനങ്ങൾക്ക് അടുത്തേക്ക് എത്തുമ്പോൾ ജനങ്ങൾക്ക് കൂടി തോന്നണം ഞങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത് എന്ന് തോന്നുന്ന തീരുമാനങ്ങൾ ഉണ്ടാകണം. പകരം എന്താണ് സംഭവിച്ചത്? ചില വികസന വാഗ്ദാനങ്ങൾ പറഞ്ഞ്, വികസനത്തിന്റെ കാര്യം പറഞ്ഞ് കേരളയിൽ ഇവിടെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിച്ചത്. ജനങ്ങൾ എല്ലാവരും ഒന്നടങ്കം പറഞ്ഞു ഇത് വേണ്ടാന്ന് പറയുന്ന പദ്ധതിയെ മറ്റേ സമരം ചെയ്യുന്നവരെ തെരുവിൽ വലിച്ചഴിച്ചു, സ്ത്രീകളെ അടക്കം വലിച്ചഴിച്ചു, കുട്ടികളെ വലിച്ചഴിച്ചാണ് ഈ ഒരു സമരം നടത്തുന്നത്. അതേസമയം മുഖ്യമന്ത്രി വന്നൊന്ന് സംസാരിച്ചാൽ തീരുന്ന വിഷയം, പല വിഷയങ്ങളും അങ്ങനെയാണല്ലോ. മുഖ്യമന്ത്രി ഒന്ന് സംസാരിക്കാൻ, ഒന്ന് കാണാൻ, കണ്ടൊന്ന് സംസാരിക്കാൻ തയ്യാറാവാത്ത എത്ര പേരുണ്ട്? നമ്മൾ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കേരളത്തിലെ സെക്രട്ടറിയേറ്റിന്റെ മുമ്പിൽ 266 ദിവസം കിടന്ന ആശാമാര്. അവരുടെ അടുത്ത് ഒരു 100 രൂപയല്ലേ അവര് ലാസ്റ്റ് കൂട്ടി കൊടുത്തെങ്കിൽ അവര് വളരെ സമാധാനപരമായി അഭിമാനത്തോടെ സമരം നിർത്തിപ്പോവാൻ ഒരു 100 രൂപയാണ് വേതന വർധനമെങ്കിൽ നടപ്പാക്കാമെന്ന് ചോദിച്ചത്. അതുപോലും പരിഹരിച്ചിട്ടില്ല. അത് ഒരു തവണ പോലും കാണാൻ തയ്യാറാവാത്ത മുഖ്യമന്ത്രി, ഒരു സ്ത്രീയായിട്ട് കൂടി അവരെ ഒന്ന് കേൾക്കാനോ അവർക്ക് അനുകൂലമായ ഒരു തീരുമാനം എടുക്കാനോ ചെയ്യാത്ത ആരോഗ്യമന്ത്രി. ഇതൊക്കെയാണ് നമ്മൾ കേരളം നേരത്തെ കണ്ടുകൊണ്ടിരുന്ന കാഴ്ച. അതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇപ്പൊ കാണുന്നത്. ഓരോ ദിവസവും ഓരോ തീരുമാനം സർക്കാർ എടുക്കുമ്പോഴും അത് ജനം കൈയടിക്കുന്ന എന്തുകൊണ്ടാണ്? ജനം ആഗ്രഹിക്കുന്ന തീരുമാനങ്ങൾ ആ സർക്കാരിൽ നിന്ന് വരുന്നു. അതാണ്. അപ്പോൾ തന്നെ ഈ ഒരു ജനങ്ങളോടൊപ്പം ഒരു ഇന്ററാക്ട് ചെയ്യുക, ജനങ്ങളെ ചേർത്ത് നിർത്തുക, അവരെ കേൾക്കുക, അവർക്ക് ആവശ്യമുള്ളത് ചെയ്തു കൊടുക്കുക. ഇത്രയും ഒരു ഭരണാധികാരികളും ഒരു സർക്കാരും ചെയ്യേണ്ടതുള്ളൂ.